നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എക്സസൈസ് 9.2-വിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഡിസ്ക്രൈബ് ഹൗ ദ ടു ഫിഗേഴ്സ് അറ്റ് ദ റൈറ്റ് ആർ അലൈക്ക് ആൻഡ് ഹൗ ദേ ആർ ഡിഫറെൻറ്റ്. വിച്ച് ബോക്സ് ഹാസ് ലാർജർ ലാറ്ററൽ സർഫസ് ഏരിയ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ടു സോളിഡ് ഷേപ്പ് തന്നിട്ടുണ്ട്. ഒന്ന് സിലിണ്ടർ ആണ്, മറ്റൊന്ന് ക്യൂബാണ്. അപ്പോൾ ഈ ടു സോളിഡ് ഷേപ്പിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള ഒരുപോലെയുള്ള ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലാറ്ററൽ സർഫസ് ഏരിയ, ഏതിനാണോ കൂടുതൽ ലാറ്ററൽ സർഫസ് ഏരിയ ഉള്ളത് അതുകൂടെ കണ്ടുപിടിക്കണം. ഏത് സോളിഡ് ഷേപ്പിനാണ്? ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സിലിണ്ടറും ഒന്ന് ക്യൂബും. ഇതിൽ ഏതിനാണോ കൂടുതൽ ലാറ്ററൽ സർഫസ് ഏരിയ അത് കണ്ടുപിടിക്കാനുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഒരുപോലെയുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ഉണ്ട്, രണ്ടിനും സെയിം ആയിട്ട്. ഇവിടെ സിലിണ്ടറിന് സിലിണ്ടറിൻ്റെ ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ക്യൂബിൻ്റെ ഹൈറ്റും 7 സെൻറ്റിമീറ്റർ ആണ്. സോ ഒരുപോലെയുള്ള ഫാക്ടറായിട്ട് ഹൈറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ദെൻ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നത് ഇവയുടെ ഷേപ്പുകൾ തമ്മിലുള്ള ഡിഫറെൻ്റ് ആണ്. ഒന്ന് സിലിണ്ടർ ആണ്, മറ്റൊന്ന് ക്യൂബാണ്. സോ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. സോ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. Lateral surface area of a cylinder is equal to 2 pi r h. ടോട്ടൽ സർഫസ് ഏരിയ കാണാനും അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുമുള്ള ഇക്വേഷൻസ് ഉള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിൻ്റെയും അതുപോലെ ക്യൂബോയിഡ് ഇവയുടെയും ഒക്കെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനും ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് നമ്മൾക്ക് കാണേണ്ടത്. ലാറ്ററൽ സർഫസ് ഏരിയ മീൻസ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഷേപ്പിൻ്റെ പുറമേ കാണുന്ന എല്ലാ ഫേസിൻ്റെയും ഏരിയ ആണ് ടോട്ടൽ സർഫസ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഈ ലാറ്ററൽ സർഫസ് ഏരിയയുടെ കേസിൽ വരുമ്പോൾ ടോപ്പിലെയും ബോട്ടവും ടോപ്പിലെ ഏരിയയും അതുപോലെ തന്നെ ബോട്ടത്തിലെ ഏരിയയും ഒഴികെ ബാക്കി വരുന്ന കർവ്ഡ് ഫേസിൻ്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ടോപ്പും ബോട്ടവും ഒഴിവാക്കി വരുന്ന പുറമേയുള്ള ഭാഗത്തിൻ്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു 2 pi r h. ഇതാണ് സിലിണ്ടറിൻ്റെ ഏരിയ കാണാനുള്ള, ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. വാല്യൂസ് അപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു പൈയുടെ വാല്യൂ അറിയാം. ഒന്നുകിൽ 3.14 ആയിരിക്കും, അല്ല എങ്കിൽ ഏതാണോ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം. ഇവിടെ 22/7 എടുക്കാം. 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു r is the radius. ഇവിടെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ 7 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? അതിൻ്റെ നേർപകുതിയായിരിക്കും റേഡിയസ്. അതായത് സെൻറ്ററിൽ നിന്നും കർവിലേക്കുള്ള സെൻറ്ററിൽ നിന്നും ഔട്ടർ ലൈനിലേക്കുള്ള ആ ഒരു ലൈനാണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ 7/2 ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്. 7/2 ഇൻറ്റു ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 2ഉം വെട്ടിപ്പോവും, അതുപോലെ തന്നെ 7ഉം വെട്ടിപ്പോവും. ദെൻ ബാക്കിയുള്ളത് റിമൈനിങ് നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 22 ഇൻറ്റു 7 ദാറ്റ്സ് ഈക്വൽ ടു 22 into 7 is 7 into 2 is 14. Then 1 carrying 7 into 2 is 14 plus 1 is 15. 154 centimeter square.
ഇവിടെ റേഡിയസിന്റെ സെന്റിമീറ്ററും ദെൻ ഹൈറ്റിന്റെ സെന്റിമീറ്ററുമാണ് വരുന്നത്. സോ സെന്റിമീറ്റർ സ്ക്വയർ 154 centimeter square. Then lateral surface area of cube. Lateral surface area of cube is equal to 4a square. ബിക്കോസ് ഒരു ക്യൂബിന് 6 ഫേസ് ആണ് ഉള്ളത്. 6 ഫേസും സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ ആണ്. അതായത് എ മീൻസ് ഇവിടെ സൈഡിനെയാണ് എ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ 6a സ്ക്വയർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ടോപ്പും ബോട്ടവും ഒഴികെ ബാക്കിയുള്ള കർവ്ഡ് ഫേസിലെ ഏരിയ ആയിട്ട് വരുന്നത് 4a സ്ക്വയർ ആണ്. 4 ഫേസ് ആണ് വരുന്നത്. സോ 4a സ്ക്വയർ 4 into a is 7 into 7 equal to 4 into 49. Into 4 is equal to 4 into 9 is 36. T is carrying 4 into 4 is 16. 16 plus 3 is 19 equal to 196 centimeter square. Q ഷേപ്പിൻ്റെയും ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടി. ക്യൂബ് 196 centimeter സ്ക്വയർ ആൻഡ് സിലിണ്ടർ 154 centimeter സ്ക്വയർ. കൂടുതൽ വരുന്നത് ക്യൂബിനാണ്. സോ ആൻസർ ക്യൂബാണ്. ക്യൂബിൻ്റെ ലാറ്ററൽ സ്പേസ് ആണ് കൂടുതൽ. സോ 196 centimeter സ്ക്വയർ. നെക്സ്റ്റ് വീഡിയോയിൽ 7ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. താങ്ക് യു.